നമസ്കാരം. നിങ്ങളെല്ലാവരും നമ്മുടെ 2020 മെഡിറ്റേഷനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? കേൾക്കാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഈ ചാനലിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും. ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഞാനിന്ന് 2020 മെഡിറ്റേഷൻ എന്താണ് എന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അവിടെ സംഭവിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ദേവീ കടാക്ഷമാണ്, ധനലക്ഷ്മി കടാക്ഷമാണ്. അതിന്റെ റിസൾട്ട് നിങ്ങൾക്കറിഞ്ഞു. ഇത് നാളെ നമ്മൾ തുടങ്ങാൻ പോകുന്നത് 12ാമത്തെ ബാച്ചാണ്. പങ്കെടുത്ത 90% ആൾക്കാർക്കും കൃത്യമായ ഉത്തരങ്ങൾ കിട്ടിയിട്ടുള്ള, അർത്ഥം ലഭിച്ചിട്ടുള്ള ഒരു അമേസിംഗ് ആയിട്ടുള്ള ദൈവികമായിട്ടുള്ള മെഡിറ്റേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും വളരെ കൃത്യം ഇതായിട്ട് പറയണേ. അതിൽ കൂടുതൽ വിശദമാക്കാനൊന്നും എനിക്കും പ്രാപ്തിയില്ല എന്നുള്ളതല്ല. അപ്പൊ അത്രയും ദൈവികമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് സംജാതമാവണമെങ്കിൽ അതിനുവേണ്ടി നമ്മളെ തന്നെ പാകപ്പെടുത്തിയെടുക്കണം. അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, പാകപ്പെടുത്തിയെടുക്കണം. ആ പാകപ്പെടുത്തലിന്റെ ഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആ ലഭിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നത് ശുദ്ധമായ മനസ്സോടുകൂടി, ആത്മാർത്ഥമായ ആഗ്രഹത്തോട്, ഒരു ലക്ഷ്യത്തോടു കൂടി, ദൈവീകമായിട്ടുള്ള ആ ശക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം 2020 മെഡിറ്റേഷന് വേണ്ടി. നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു മാറ്റത്തിന് അതോടുകൂടി തുടക്കം കുറിക്കുക. നാളെ ഫ്രൈഡേ നൈറ്റ് 9:30 അടുത്ത സെഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഉടൻ തന്നെ അഡ്മിനെ വിളിച്ചോളൂ, ജോയിൻ ചെയ്തോളൂ. എല്ലാവരും നമുക്ക് കാണാം. ലിമിറ്റഡ് സീറ്റാണ്. അറിയാൻ കൂടുതൽ ആൾക്കാർ ഞാൻ എടുക്കാറില്ല. ഓരോ മെഡിറ്റേഷനും പല പരിമിതികൾ ഒരുപാട് ഉണ്ട്. കാരണം ഓരോ ആളും ഇൻഡിവിജ്വലായിട്ട് കേൾക്കാൻ ഞാൻ ശ്രമിക്കുന്നത് കൊണ്ട് സമയപരിമിതി നമുക്കെപ്പോഴും, അതിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാരുടെ പരിമിതി നമുക്കെപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വിളിക്കുക. അഡ്മിന് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഉണ്ട്. ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക, ജീവിതത്തെ മാറ്റപ്പെടുത്തുക, സത്യമായ പ്രപഞ്ച സത്യത്തോട് യോജിച്ച് നിൽക്കാനും അതിൽ താതാത്മ്യപ്പെടാനും അതിൽ ചേർന്ന് നിൽക്കാനും സാധിക്കുന്ന രീതിയിൽ നിങ്ങളുടെയൊക്കെ മാറ്റപ്പെടുത്തുക എന്ന് മാത്രം ഓർമ്മിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.